പി ബാലചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മുൻ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ കേരളത്തിന്റെ കോച്ചായിരുന്ന പി ബാലേന്ദ്രൻ. ശ്രീ ബാലേന്ദ്രൻ, ഇപ്പോൾ ആദ്യം നമ്മൾ വലിയൊരു സ്കോർ നേടി എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. നമ്മൾ അഹമ്മദാബാദിൽ പോയി ഗുജറാത്തിനെതിരെ വലിയ സ്കോർ നേടി. പക്ഷേ അവരുടെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട്, പ്രിയങ്ക് പാഞ്ചാൽ നേടിയ സെഞ്ചുറി, ഇതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ശരിക്കും പറഞ്ഞാൽ താങ്കളെ പോലുള്ളവർക്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ നിർണായകമായ ലീഡ് നേടുമ്പോൾ എന്താ തോന്നുന്നത്? അയ്യോ, കളി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിന്നൊരു മത്സരമാണല്ലോ, സംശയമൊന്നുമില്ല. ഒന്നാന്തരം സെമി ഫൈനൽ മാച്ച്, ഇതിന് മുമ്പത്തെ ക്വാർട്ടർ ഫൈനലാണെങ്കിലും അത് അവിശ്വസനീയമായ ഒരു റൺ ലീഡ്. അങ്ങനെ കേരളം ശരിക്ക് കൃത്യമായ സമയത്ത് അതിന് മനസാന്നിധ്യം വിടാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എടുത്ത് പറയേണ്ടി വരിക. ഇത് തന്നെ ആ ഒരു വലിയ പാർട്ണർഷിപ്പ് വന്ന് 200 റണ്ണിന് മേലെയൊക്കെ 224 എന്ന സമയത്ത് പോലും കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കോൺഫിഡൻസ് കേരള ടീമിനുണ്ടായിരുന്നു. ഞാൻ കളിയുടെ ഇടയിൽ തന്നെ പല പ്ലേയേഴ്സും ഞാനുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അവരൊക്കെ നമ്മൾ എന്തായാലും ജയിക്കും, ഇന്നലെയും കൂടെ പറഞ്ഞതാണ് അവര്, ഇന്ന് എന്തായാലും നമ്മൾ ലീഡ് എടുക്കുന്നതൊക്കെ. അത് ആ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. രാവിലെ ആദ്യം ഏർലി വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കളി നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ലീഡ് എടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം ജലജ് സക്സേന എന്നുള്ള ബൗളറുടെ അപാരമായ ഒരു ഫൈറ്റിംഗ് ക്വാളിറ്റി, അതാണ് ശരിക്ക് കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഓഫ്കോഴ്സ് ബാറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ആ കൈവിട്ടു എന്ന് തോന്നുന്ന സമയത്ത് കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ജലജിന്റെ ബൗളിങ് വളരെ ക്രൂഷ്യലായിരുന്നു. ഈ നമ്മുടെ അവര് ഇത്രയും ഈ റണ്ണിൽ നിലനിർത്താൻ പറ്റിയത്. ആദിത്യയുടെയും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഇന്നത്തെ ആ ഇന്ത്യൻ ലെഫ്റ്റ് ഹാഫ് സ്പിന്നേഴ്സിന് വളരെയധികം എഫക്ട് ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് അയാൾ വളരെ വൃത്തിയായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെ സച്ചിൻ ദേവിയുടെ ടീം ഹാൻഡിൽ ചെയ്തതിന്റെ രീതിയും വളരെ എത്രയായാലും പ്രശംസിച്ചാലും മതിയാവില്ല. ശ്രീ ബാലേന്ദ്രൻ, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നേരത്തെ സോണിയും പറയുകയായിരുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം വരെ കൈവിട്ട് പോയ ഒരു മത്സരം, ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം സെമി ഫൈനലിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ ടീമുകളുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ സെമി ഫൈനൽ ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ പ്രഷർ ഉണ്ടാകാം. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 222-1 എന്നുള്ള സ്ഥിതി വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് ഏറ്റവും അവസാനം വരെ, അവസാന പന്ത് വരെ, ഇപ്പൊ ക്രിക്കറ്റിന്റെ കാര്യം പറയുമല്ലോ, അവസാന പന്ത് കഴിയുന്നവരെ മാച്ച് ഓവർ അല്ല എന്ന് പറയുന്ന പോലെ ആ ഒരു പോരാട്ട വീര്യത്തെ എങ്ങനെ കാണും? അത് തീർച്ചയായിട്ടും അമയ് ഖുറേഷിയുടെ ഒരു എക്സ്പീരിയൻസ് അവിടെ ഒരു ഫാക്ടർ ആയിരുന്നു, നിസ്സംശയം പറയാം. അതുപോലെ സച്ചിൻ ദേവി ആണെങ്കിലും ഇന്ന് ദേശീയ ക്രിക്കറ്റിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള കളിക്കാരനാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ചേർന്നപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ടാലന്റ് യങ്സ്റ്റേഴ്സിന് വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വിജയഗാഥയുടെ ഒരു കാരണം. ഇനിയിപ്പോ നമുക്ക് ഫൈനൽ കളിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുൻപ് നമ്മളെ സെമിയിൽ തോപ്പിച്ച വിദർഭയുമായിട്ടായിരിക്കും ഒരുപക്ഷെ മത്സരം നേരിടേണ്ടി വരിക. അല്ല, അന്നത്തെക്കാട്ടിലൊക്കെ ടീമിന്റെ ഒരു മൂഡ് വളരെ ഡിഫറെന്റ് ആണ്. അതെനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ പി ബാലചന്ദ്രൻ പ്രതികരിച്ചതിന്, വിലയിരുത്തൽ നടത്തിയതിന്.